Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ ഒന്ന് പറയല്ല ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഡെൻഡ്രോബിയം ഓർക്കിഡുകളെ ഉപയോഗിച്ച് ഒരു ഓർക്കിഡ് ടവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു മരത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ വെയിൽ കൂടിയാൽ നമുക്ക് അവിടെ നിന്ന് ഇതെടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ ഓർക്കിഡുകളുടെ വേരുകൾ അതിലങ്ങ് പിടിക്കും. അതേസമയം നമ്മൾ ഒരു ചട്ടിയിൽ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ മഴ അധികമായാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം, വെയിലധികമായാൽ മാറ്റി വെക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് ഇതേപോലെയുള്ള ഒരു മെഷ് നമുക്ക് വാങ്ങാൻ കിട്ടും. 1.5-2 മീറ്റർ വാങ്ങിയിട്ട് രണ്ടായിട്ട് വീതിച്ച ഒന്ന് വേറൊന്നിനും കൂടി എടുക്കാം. ഇതിപ്പം മുറിച്ചതാണ്. രണ്ടാമതായിട്ട് കരി വേണം. അടുത്തതായിട്ട് വേണ്ടത് ചകിരിത്തുപ്പാണ്. പിന്നെ ഒരു PVC പൈപ്പ് പഴയതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഈ PVC പൈപ്പിനെ ഉറപ്പിക്കാനായിട്ട് കുറച്ച് മെറ്റൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഓർക്കിഡുകൾ. കുറേ തൈകളുണ്ട്, കുറച്ചൊക്കെ പൂത്തതാണ്, പൂക്കാത്തതുമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈയുണ്ട്. ഈ മെഷിനെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തൈയുണ്ട്, കത്രിക, അതേപോലെ തന്നെ നേർമയുള്ള വയറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പം ചാക്ക് നൂല് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് കൊണ്ടോ ഒക്കെ നമുക്ക് ടൈ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വെക്കുന്നത്. അതിനെ അവിടെ ഉറപ്പിക്കണം. ഇതിനെ ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉറച്ചിട്ടില്ല, അത് നമ്മൾ അടുത്തായിട്ട് ചെയ്യും. ഇനി വേണ്ടത് മെഷിനെ ഒന്ന് കെട്ടി ഉറപ്പിക്കും. അപ്പോൾ അതിന് നമ്മൾ ടൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 2 പീസ് ഉണ്ടെന്ന്. അതിൽ ഒരു പീസിനെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ടൈ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്നാൽ ഈസി ആയിട്ട് നമുക്ക് കുറേ സമയം ലാഭിക്കാമല്ലോ. ടൈ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇതിനുള്ളിലൂടെ ഇങ്ങനെ കടത്തും. കണ്ടില്ലേ? ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് വരത്തക്കവണ്ണം ഇങ്ങനെ വയ്ക്കാം. അതല്ലെങ്കിൽ പിന്നെ ഈ ചകിരിത്തുപ്പ് ഈ പോളിലേക്ക് ചുറ്റിയിട്ടും ചെയ്യാം. 2 തരത്തിലും ചെയ്യാം. ഒന്നെങ്കിൽ ഇതിങ്ങനെ വെറുതെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ളിൽ ചുറ്റിയിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടംമാതിരി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മെഷ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കും, ഇതിവിടെ ഉറച്ചു നിൽക്കാനായി. ഇത് കണ്ടോ, മെഷൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം.
ഇനി ഇതിൻ്റെ അകം ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതിൽ കരിയും ഇതേപോലെ കരി ഇടണം. അതേപോലെ ഈ ചകിരിയുടെ തുപ്പും ഇടണം. ഇത് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കോൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കും. കണ്ടില്ലേ? ഇതേപോലെ നല്ലോണം നിറച്ചു കൊടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് കരിയിടുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ഇതാ നമ്മുടെ ടവർ ശരിയായിട്ടുണ്ട്. ഈ ടവറിലേക്ക് ഇനി നമുക്ക് ഈ ഓർക്കിഡുകളെ മൗണ്ട് ചെയ്യണം. ഇതൊക്കെ ചെറിയതാണ്, കണ്ടില്ലേ? ഇതൊക്കെ ചെറുതാണ്. അപ്പം നമ്മൾ ഇതിനെ വെച്ച് കൊടുത്തിട്ട് ഈ കോപ്പറിൻ്റെ നേർത്ത കമ്പി കൊണ്ട് ടൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറിക്കൊള്ളും. കൊടുക്കാം അകലത്തിൽ. ഞാനിപ്പോൾ ഇതിനെ ഈ കൊണ്ടപ്പിന്നില്ലേ, കൊണ്ടപ്പിന്ന് കൊണ്ടാണ് ഇതിനെ തൽക്കാലം ഇവിടെ നിർത്തുന്നത്. അതിന് ശേഷം അതിനെ കെട്ടാമെന്നാണ് വിചാരിച്ചത്. കണ്ടില്ലേ? ഇതിവിടെ നിന്നല്ലോ. ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് അവിടെ തൽക്കാലം വെച്ച് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുത്തയച്ചിട്ട് ഇവിടെ നിന്നു. അതിനുശേഷം ഈ നൂല് പോലെയുള്ള ഈ കമ്പി കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലവണ്ണം ഭംഗിയായിട്ട് അവിടെ നിന്നോളൂ. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് തനിച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇതിന് ഞാനിപ്പോൾ ഉപയോഗിച്ചത് കൊണ്ടപ്പിന്നാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്താൻ നല്ല എളുപ്പമാണ്. അതിനുശേഷം കെട്ടണം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഓർക്കിഡുകളെല്ലാം ഈ ടവറിലേക്ക് മൗണ്ട് ചെയ്യും.
ചെറുതും വലുതും. ഇനി ഇതിനെ നല്ലവണ്ണം നമ്മൾ നനച്ചു കൊടുക്കും. ദിവസം 2 പ്രാവശ്യം വീതം നനച്ചു കൊടുക്കും. കുറച്ച് ദിവസത്തേക്ക് വെയിലിലേക്ക് വെക്കുന്നില്ല. സെമി ഷെയ്ഡിൽ, ഇപ്പോൾ ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സെമി ഷെയ്ഡല്ലേ, എന്നാൽ ആവശ്യത്തിന് പ്രകാശം കിട്ടുകയും ചെയ്യും. അതിനുശേഷം വേരുകൾ ഇവർ സ്വയം പിടിച്ചോളും. വേര് പിടിച്ച് ഇതിൽ പറ്റിച്ചേർന്ന് വരും. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ കൂടിയ വെയിലിലേക്ക് വെക്കാം. ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് വെയിൽ ഒരു പരിധിവരെ ഇഷ്ടമാണ്. ഈ നല്ല വെയിലത്ത് പോലും ഇവിടെ ഈ തെങ്ങിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്നതൊക്കെ നല്ല കൂട്ടാണ് നിൽക്കുന്നത്. അപ്പം വെയിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ, പിന്നെ നനയ്ക്കുന്നുണ്ട് കേട്ടോ ദിവസവും. അപ്പം ഇത് വളരെ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് മൂവ് ചെയ്യാം. ഈ പാത്രത്തോടെ എടുത്ത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുവെക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നല്ലവണ്ണം പൂവുണ്ടെങ്കിൽ അതവിടെ കൊണ്ടുപോയി ഒരു അലങ്കാരമായിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇൻറ്റീരിയറിലും ആവശ്യത്തിന് വെക്കാം, അതേസമയം എക്സ്റ്റീരിയറിലേക്കും കൊണ്ടുവരാം. എങ്ങനെയുണ്ട് മൗണ്ടിങ്? ഇവര് തരത്തിലുള്ള ഓർക്കിഡുകളാണ്. ഇത് വിരിഞ്ഞിട്ടുള്ളത് കണ്ടോ, ഇതൊരു ഷെയ്ഡുള്ള ഒന്നാണ്. ഇത് കോമ്പാക്റ്റം എന്ന് പറയുന്ന ഇനമാണ്. ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ ശുശ്രൂഷയൊന്നും വേണ്ട ഡെൻഡ്രോബിയത്തിന്. അപ്പോൾ ഈ മൗണ്ടിങ് രീതി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.